അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. നാട്ടിൽ അംഗൻവാടികളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു പൊടിയാണ് ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇത് വീട്ടിലുണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഒരേ രീതിയിലുള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അമൃതം പൊടി കൊണ്ടുള്ള അവലോസ് പൊടി ഉണ്ടയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ചൂടാക്കി വറുത്തെടുക്കുക. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അവലോസ് പൊടി റെഡിയാക്കുന്ന സമയത്ത് അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് വറുത്തെടുക്കുന്നത്. പക്ഷേ ഇതിൽ ആദ്യം തേങ്ങ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമൃതം പൊടിയിൽ കൂടുതൽ അളവ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ രണ്ടും ഒരേ വറവായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയിലുള്ള ആ ഒരു വെള്ളമായൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്കൊരു 2.5 കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു പാക്കറ്റ് പൊടിയിൽ 4 കപ്പ് അമൃതം പൊടി ഉണ്ടാകും, അതിൽ നിന്നൊരു 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, പിന്നെ കറുത്ത ജീരകം, കരിഞ്ജീരകം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു ഇത്തിരി നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു ഇത്തിരി ചുക്കുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരുപാട് ചേർക്കുന്നില്ല, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ബാക്കി നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി ഉണ്ട പിടിക്കുന്നുണ്ടല്ലോ, ആ സമയത്താണ് ചേർക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒന്നങ്ങ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഒരുപാടൊന്നും വേണ്ട, 2-3 ടേബിൾ സ്പൂൺ മതി. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ നമ്മളെ കയ്യിൽ കപ്പലണ്ടി അല്ലെങ്കിൽ പൊട്ടുകടല അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു 6-7 മിനിറ്റൊക്കെ തന്നെ മതിയാവും, കാരണം അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറവായി കിട്ടും. പിന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെക്കണ്ട, ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, കറക്റ്റ് വറവായി കിട്ടൂല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ വറുത്തെടുക്കുക. അവലോസ് പൊടി നമ്മൾ പറയുമ്പോൾ തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അടിഭാഗം മാത്രം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ വറവെത്തൂല. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വറുത്തെടുക്കാം. ഒരു 6-7 മിനിറ്റ് നല്ല ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. തൊട്ട് വെക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല കറക്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടി വേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക, പൊടി അടുക്കി പിടിക്കാതിരിക്കാനാണ്. കാരണം കടായി നല്ല ചൂടിലാണല്ലോ. ഈ പൊടി നല്ല ചൂടാറിയതിന് ശേഷം നല്ലൊരു കുപ്പിയിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ 4 മണിക്ക് കഴിക്കുക, പഴം കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ എക്സ്ട്രാ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നും വരില്ല, കാരണം അമൃതം പൊടിക്ക് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് അവലോസ് പൊടിയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അവലോസ് ഉണ്ടാക്കി മാറ്റാം, ശർക്കരപ്പാനി ചേർത്തിട്ട്. അത് നിർബന്ധം ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. എന്നാലും ആ ഒരു റെസിപ്പി കൂടെ കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അലിയിച്ചെടുക്കണം. ഒന്നങ്ങ് ചതച്ച് പൊടിച്ചിട്ടിട്ട് അലിയിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ ഈ ശർക്കര ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് റെഡിയാക്കിയിട്ടുള്ള മൊത്തം അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. 2.5 കപ്പ് അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അവലോസ് പൊടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരളവിൽ പൊടിയാണ് ശർക്കരയിലേക്ക് ഇട്ട് ഞാൻ അവലോസ് ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു 200 ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ശർക്കര ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കട്ടയൊക്കെ അലിഞ്ഞ് റെഡിയായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുള്ള ഈ ശർക്കര നമുക്ക് അടുത്ത വേറൊരു പാനിലേക്ക് മാറ്റണം. അതായത് പൊടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലുള്ള കല്ല് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് ബാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളുണ്ടല്ലോ, ജീരകത്തിൻ്റെ പൊടി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി. അപ്പോൾ ചുക്കുപൊടി വളരെ കുറച്ച് മതി, കാരണം കൂടുതൽ അളവ് വേണ്ട. ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ പൊടി മിക്സ് ചെയ്ത സമയത്ത് വളരെ കുറച്ചിട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ട പിടിക്കുന്നില്ല, പൊടി ആയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവും കൂടെ പൊടി വറുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ശർക്കര നന്നായിട്ട് തിളച്ചിട്ട് ഒരു നൂൽ പരുവായി വരുന്നത് വരെ ഒന്ന് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര അത്യാവശ്യം തിളച്ച് നല്ലൊരു നൂൽ പരുവായിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കറക്റ്റ് ഒരു നൂല് കൺസിസ്റ്റൻസി വരുന്ന ആ ഒരു രീതിയിൽ ആയാൽ മതി. കൂടുതലായി പോകരുത്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്കുള്ള പൊടി ചേർത്ത് കൊടുക്കുക. ഗ്യാസ് വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓഫാക്കുക, കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് പൊടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക.
പൊടി ഇടുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നിച്ചിട്ട് കുഴക്കരുത്. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൊടി മൊത്തത്തിൽ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട പിടിക്കാനായിട്ട് പറ്റില്ല. ഒരു ലൂസ് പരുവം തന്നെ ആയിരിക്കണം നമ്മളെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഉണ്ട പിടിക്കാനായിട്ട് പറ്റുള്ളൂ. പൊടിയുടെ അളവ് കുറച്ചങ്ങ് കൂടി കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. ഇപ്പം ഈ ഒരു പൊടി മതി കേട്ടോ. ഇനി ഇതിലേക്ക് കൂടുതൽ ഇടണ്ട. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഉണ്ട പിടിച്ചെടുക്കണം. ഞാൻ പെട്ടെന്ന് ഉണ്ട പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇതാ എടുക്കുന്ന സമയത്ത് ഇതുപോലെ, ഇത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ലൂസാണല്ലോ, കുറച്ചുകൂടെ പൊടി ഇട്ടാലോ എന്ന്. പക്ഷേ ഇടണ്ട. കാരണം ഇതൊരു 2 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും ആ ചൂട് പതുക്കെ അങ്ങ് മാറുമ്പോഴേക്കും ശരിക്കും കുറച്ചുകൂടി ഡ്രൈ ആകും. കൈ കൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഉണ്ട പിടിക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും, കൈ പൊള്ളും. പക്ഷെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് പറ്റൂല. കാരണം ഈ പൊടി പെട്ടെന്ന് തന്നെ ശർക്കര പാനി വലിച്ച് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ വേഗം വേഗം ഉണ്ട ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുന്ന ഈ ഉണ്ട നമ്മൾ ആദ്യത്തെ പൊടി കുറച്ച് ബാക്കിയുണ്ടല്ലോ അതിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി സാധാരണ ഉണ്ടയുടെ ഷേപ്പ് അല്ല, ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷേപ്പ് ചെയ്യുന്ന കട്ടറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചൂടോട് കൂടി തന്നെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് അങ്ങ് നിറച്ചിട്ട് കൊടുക്കാം. ശരിക്കും നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ കഴിയുന്നത് പോലെ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ കറക്റ്റ് ഷേപ്പിൽ നമുക്കത് ഇങ്ങോട്ട് എടുക്കാനായിട്ട്, തിരിച്ച് കൊട്ടിയെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒക്കെ ഷേപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കും വേണമെങ്കിൽ നിറച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ അച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കമിഴ്ത്തിയെടുത്താൽ ഇതുപോലെ കിട്ടും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഉണ്ട പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം ഈ ഒരു ശർക്കര പാനി ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ടൈറ്റായി പോകും. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം റെഡിയാക്കിയിട്ടുള്ള ആ ഒരു അവലോസ് പൊടിയിൽ നിന്ന് ഇനി ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ശരിക്കും അതിൻ്റെ ഒരു പകുതി ഭാഗമേ നമ്മൾ ശർക്കര പാനിയിലേക്ക് ചേർത്ത് ഉണ്ട പിടിച്ചിട്ടുള്ളൂ. ശരിക്കും കാണുന്ന സമയത്ത് നല്ല എളുപ്പമായിരിക്കും. അവലോസ് പൊടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഉണ്ട പിടിക്കുക എന്ന് പറയുന്നത് സാധാരണ അവലോസ് ഉണ്ടൊക്കെ ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്ക് സിമ്പിളായിരിക്കില്ല. കാരണം ഒന്നാമത് കയ്യിന് നല്ല ചൂട് താങ്ങാനുള്ളൊരു കഴിവ് വേണം. പിന്നെ അതുമല്ല ആ ഒരു ശർക്കര പാനിയിലേക്ക് പൊടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു റെസിപ്പി ആദ്യം ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ശർക്കര പാനിയിലേക്ക് നമ്മളിങ്ങനെ പൊടി ഇടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതായിട്ടില്ല, കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ അത് ടൈറ്റ് ആവുള്ളൂ, ഇത് ഭയങ്കര ലൂസാണല്ലോ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പൊടി കൂടുതൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്ത് അത് അടുപ്പിൽ നിന്ന് ഇറക്കുമ്പോഴേക്ക് ഇത് ഉണങ്ങിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പൊടി പെട്ടെന്ന് തന്നെ ശർക്കര പാനി വലിച്ചെടുക്കും. പിന്നെ പെട്ടെന്ന് ഉണങ്ങി ഡ്രൈ ആവുകയും ചെയ്യും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നമുക്ക് കഴിക്കാതിരിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. ശരിക്കും കഴിക്കാൻ, കുപ്പിയിലാക്കി വെക്കുകയാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. പക്ഷെ ആ ഒരു ഷേപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർക്ക് ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞത്. ഇത് ശരിക്കും ഉണ്ടാക്കി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു കളറായിട്ടുണ്ടാവും. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാതെ അടുത്ത ദിവസമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റ് ഒരു ബാലൻസായി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മധുരം ഉണ്ടല്ലോ. പിന്നെ ശർക്കര കൂടെ വരുന്ന സമയത്ത് കുറച്ചൊരു മധുരം കൂടുതലായിരിക്കും. എന്നാലും കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടമാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അവലോസ് പൊടിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അമൃതം പൊടിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ ആളുകളും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്